ഒച്ചത്തിലുള്ള വിളി കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വൻ പരിപാടി നടക്കുക. അപ്പുറത്തെ പറമ്പിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ കൈ വലിയൊരു കത്തിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ മീനിനെ വരാലിനെ 3-4 അവിടെ കണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ടൊരു പടുതയൊക്കെ കെട്ടിയിട്ട് വരാൽ തിരിച്ച് ഈ വെള്ളം ഉള്ളിടത്തോട്ട് ഇറങ്ങി പോകാതിരിക്കാനുള്ള പരിപാടിയായിരുന്നു. വലിയ പ്രയോജനമൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആൾ ഓൾറെഡി ഒരെണ്ണത്തിനെ പിടിച്ചു. ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് അതിനെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി. എവിടെയൊക്കെയോ വരാൽ 2 നിപ്പുണ്ടെന്നാണ് റിപ്പോർട്ട്. പടുതയുമായിട്ട് അതുവഴി ചുറ്റി നടക്കുക വരാലിനെ തേടി. എവിടെ? ഇത് നമ്മുടെ നീറിൻ്റെ മുട്ട കിട്ടിയ പുളിയാണ്. വൻ പരിപാടികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. മരം വെട്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ താഴെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചെറിയ. ചെറിയ കുഞ്ഞൻ കല്ലടമുട്ടിയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. പക്ഷേ കല്ലടമുട്ടി ഭാഗത്ത് തന്നെയല്ലേ വെച്ചേക്കുന്നത്? ഇവിടെ ഈ 3 വാഴ കൂടി നിൽക്കുന്നില്ലേ? അതിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാമോ? കണ്ടോ? ക്ലിയർ അല്ല. പതുക്കെ വാഴയുടെ ഇടയിലോട്ട് പതുക്കെ. ഇതാണ് വിനീതയുടെ മീൻപിടുത്തത്തിൻ്റെ സെറ്റപ്പ്. പടുത വെള്ളത്തിനടി വരെ താത്ത് വെച്ചേക്കുക. ഇങ്ങനെ ഒരു പടുത വേലി കെട്ടിയേക്കുക. താന്നിരിക്കാനായിട്ട് കമ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ മീനിനെ കിട്ടുമെന്ന് ഒരു കാരണവശാലും ഞാൻ വിചാരിച്ചില്ല. ഇന്നിപ്പോൾ വെയിലൂടെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ചൂണ്ടയിട്ടാൽ പോലും മീൻ കിട്ടും. അടുത്ത വേലിയുടെ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കെട്ടുന്നത് കാട്ടുവള്ളിയോ? പരുവത്തിന് കയറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് കാട്ടുവള്ളിയൊക്കെ വെച്ച് അവിടെ തെങ്ങിൽ വേലി ബന്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മാക്സിമം കിളത്തിയിട്ട് ഇനി ഇവിടെയും കൂടെ എന്തെങ്കിലും ഒരു സംഗതി വെക്കണം. ഇവിടെ എന്തോ വെക്കും? ഇതിങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കൊരു കല്ലെന്തേലും വെക്കാം. ഇത് തന്നെ കൈമാറ്റി. അത് വേണം ഒരു കമ്പിട്ട് വല്ലതും അനക്കി വിടാം.
അനക്കട്ടെ അനക്കട്ടെ. ദേ ഇവിടെ 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 കണ്ടോ? അനക്കം കണ്ടോ? അനക്കം കണ്ടോ? ഈ ഭാഗത്തുണ്ട്. മിക്കവാറും ഇതിനകത്തായിരിക്കും. ഇല്ല, ഒരെണ്ണം എന്തായാലും പോയിട്ടില്ല. 3 എണ്ണം ഉണ്ടായിരുന്നെന്നാണ്. കാച്ച് 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 കാച്ച്. അത് വീടി ചാടിപ്പോയോ? അത് ഇച്ചിരി പൊക്കി വെക്കാൻ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ അവൻ ചാടിയിട്ട് കിട്ടിയില്ലല്ലോ, അവൻ ചാടിയിട്ട് എത്തിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ ചാടിയാൽ ചിലപ്പോൾ അപ്പറേ. അപ്പം എന്താ, രണ്ടെണ്ണത്തിൽ വലുതായിരുന്നു അത്? പിടിച്ചത് അതിനകത്ത് തന്നെ ഉണ്ടോ? ആ, കാണുമായിരിക്കും. തലയ്ക്കാ വെട്ടിയത്? ഒരാളുടെ കൈ കത്തി, വേറൊരാളുടെ കൈ പൈപ്പ്. എന്തൊക്കെ ആയാലും ഇന്ന് കൊലപാതകം നടത്തിയിരിക്കും. ചാടിപ്പോയില്ലെന്ന് ഉറപ്പാണോ? അല്ല, ഞാനിത് തോണ്ടിയപ്പോൾ തീർച്ച. വേട്ട അവസാനിച്ച് നിരയെ ബോധ്യപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. ഇവിടെ അനങ്ങുന്നില്ല. ഇത്രയും സ്ഥലത്തിനകത്ത് ഇതെവിടെ പോയി? അതാണ് പഴമക്കാർ പറയുന്നത്. ഒരാൾ മുന്നാഴി വെള്ളത്തിൽ മുന്നൂറ് പേരെ കളിപ്പിക്കുകയാണ്. നമ്മൾ 3 പോലും ഇല്ല, 2 പേരേ ഉള്ളൂ.
അതിൻ്റെ അപ്പുറത്തോട്ട് താത്ത് വെക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലേ? അവൻ ചാടി പുറത്ത് വന്നു കേട്ടോ. ചത്തിട്ടില്ല. നമ്മളെ വിനീത അവൻ്റെ തലക്കാണ് വെട്ടിയത്. ഇനി നീ പോകുന്നു കാണണം. അല്ല പിന്നെ വേട്ടക്കാരി കൈ കത്തിയൊക്കെ ആയിട്ട് മാടൻ വരുന്നേ വേടൻ വരുന്നേ ആയുധം കയ്യിലുണ്ട്. എന്തായാലും കിട്ടിയതിനെ ശകലം വെള്ളം ഒഴിച്ചിടാം. കിട്ടിയതിനെ ഇച്ചിരി വെള്ളം ഒഴിച്ചിടാമെന്ന്. ഇതേ വലുപ്പമാണ് തോന്നുന്നത്. അതിനകത്തൊന്നും നിൽക്കത്തില്ല. വലിയ ബക്കറ്റ് വേണോ? ഇതാണ് നമ്മുടെ മീൻ. രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഞാൻ കാണുമ്പോൾ ഞാൻ തന്നെ തല്ലിക്കൊല്ലുന്നുണ്ടോ? കൊല്ലണം. ഒരെണ്ണത്തിന് തന്നെയല്ലേ തല്ലി വന്ന്. ഒരു മാതിരി ഇതിനെ കൊല്ലാതെ ഇട്ടിട്ട് വട്ടത്തിനകത്ത് വെക്കാം. 2 ദിവസം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. സൈക്കോ. നമുക്ക് നോക്കാം. ഒന്നും നടന്നില്ല. ആകെ കിട്ടിയ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം വേട്ടക്കാരിയുടെ അഭിപ്രായം അനുസരിച്ച് തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് വരുമ്പോൾ അതിനെ വെട്ടിക്കൊള്ളാം. ഇത്രേ ഉള്ളൂ. അതെ, കൊല്ലണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് വിനീത. അപ്പോൾ ഇന്നലത്തെ വരാലിനെ രാവിലെ തന്നെ വിനീത വന്ന് തല്ലിക്കൊന്നു. ഒരു കൊലപാതകം നടത്തിയിട്ട് ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ ഇരിക്കുകയാണ്. ആ തല എന്തിനാണ് എടുക്കുന്നത്? തല വേണ്ട, വേണ്ട. അതൊരു കാര്യം വേണ്ട, ഇവിടെ വേണ്ട. കറി വെക്കുമെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോകൂ. തല വേണ്ട. ആ വറുത്ത് വന്നിട്ട് തന്നെ കഴിച്ചോണം. ഇത് മിക്കവാറും വരാലിൻ്റെ ജീവനറ്റ ശരീരമാണ് ഇപ്പോൾ കാണുന്നത്. ശരീരം എന്ന് വെച്ചാൽ മരിച്ചു പോയെന്ന്. തലക്കിട്ട് വെട്ടിയിട്ട് വെള്ളത്തിൽ വീണ്ടും ഇട്ടാൽ മതിയായിരുന്നു. എന്താ ബുദ്ധി! ഒറ്റ വെട്ടിന് അതിൻ്റെ ബോധം പോയത് കണ്ടായിരുന്നോ? ഇന്നലെ അതിനെ അവിടുന്ന് ആ വലിയ വിച്ചാത്തി വെച്ചിട്ട് വെട്ടിയിട്ട് അത് അനങ്ങാതെ കിടക്കുമായിരുന്നു. ആ 1 2 എനിക്കറിയത്തില്ല, ഒരുപാടേ ഉള്ളായിരുന്നു എൻ്റെ തലയിൽ. ഒരുമാതിരി ഗുണ്ടകൾ വെട്ടുന്ന പോലെ അങ്ങ് വെട്ടിയല്ലേ, ചറവറ വെട്ടി. റൗഡിയായി, റൗഡി. ഇതെന്താ എടുത്തു വെച്ചേക്കുന്ന ചിരട്ടയ്ക്കകത്ത്? അത് ചൂണ്ടയിടാൻ എടുക്കാല്ലേ? കള്ളമുട്ടി കിട്ടും, പക്ഷെ ഇന്നും വെയിലില്ല. ഇന്ന് പൊതുവേ കാർമേഘവും
ഓക്കെ. വെയിലില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വെയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയെന്നെ. എന്തായാലും നോക്കാം. വെയിലുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഉപ്പും മുളകും പുരട്ടി പൊരിക്കാമെന്ന് പറഞ്ഞപ്പം അത് പോരാ, മസാല അരച്ച് പുരട്ടി പൊരിക്കണം. വെളുത്തുള്ളി, കടുക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, ഇത്രയും സംഭവങ്ങളുണ്ട്. അരച്ചെങ്കിൽ അരച്ച്. അപ്പോൾ മസാല റെഡി. ഇത്ര മതിയോ? അതോ ശകലം കൂടെ അരയണോ? കുഴപ്പമില്ലല്ലോ, പോരെ? ചൂടാരെ ആ, ഷെഫിനല്ലേ അറിയത്തുള്ളൂ ഇതൊക്കെ. ഇത് മതി. അതെയോ? മതി. ആ, മതിയെങ്കിൽ മതി. അങ്ങനെ നമ്മൾ വരാലിൻ്റെ ദേഹത്തെ മസാല ഇടുക. ഈ കടുക് എന്തിനാ ഇതിനകത്ത് ചേർക്കുന്നത്? കടുക് ഒരു നല്ലതല്ലേ? കടുക് ചേർത്താൽ എന്തൊരു രുചിയാണ്? കയ്പോ? പൊടി കയ്പ് വരുമോ? കയ്പ്, കടുകിന് കയ്പാണ്. ഉലുവ പോലെ. കടുക് ഇട്ടാൽ പെട്ടെന്ന് കേട് വരത്തില്ല. ഇങ്ങനെ കടുക് ഇട്ടിട്ട് മീൻ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും നല്ലതായിട്ടിരിക്കും. കറി വെക്കാതോ? ആ, പച്ചമീൻ വെട്ടി ഇങ്ങനെ കടുക് വെതറി അല്ല, ഇങ്ങനെ അരച്ചിട്ട് വേണം അത് പുരട്ടി വെക്കാൻ. അന്നേരം നല്ലതായിട്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വരാലിനകത്ത് മസാല എല്ലാം റെഡിയായതിന് മസാല എല്ലാം ഇട്ട് റെഡിയാക്കി. അതെയോ? വരാലിന് ഒരു അവസാനം നിമിഷ മേക്കപ്പ് കൂടെ കൊടുക്കുകയാണ്. പൊട്ടി മേക്കപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വരാൽ ജിമ്മനായതുകൊണ്ട് നമ്മുടെ പാത്രം ലേശം ചെറുതാണ്. അറിയില്ല, ജീവിതമാകുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. തിരിച്ചിടാൻ ആൾ വന്നിട്ടുണ്ട്. തിരിച്ചിടാറായോ? ആ, കളർ അടിപൊളി. ആ വാല്, ഇതിനെപ്പറ്റി ഷെഫിന് എന്താ പറയാനുള്ളത്? നിങ്ങളെന്തോ പറയാനപ്പാ? പാവം കുഴി കടന്ന് സമാധാനമായിട്ടിരുന്ന ഒരു വരാലിനെ തല്ലി കൊന്ന് ഈ പരുവത്തിലാക്കി. സ്നീക്ക് പീക്കാണ്. ഏകദേശം ആയെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ? ഉള്ളി എല്ലാം കട്ട് ചെയ്ത് ഇടണോ കഴിക്കണ സമയത്ത്? എന്താ കടയിൽ കിട്ടുന്ന ഫ്രൈ പോലോ? അതൊന്നും വേണം. കടയിലാണെങ്കിൽ ഉള്ളി, ഒരു 2 പീസ് തക്കാളി സ്ലൈസ്, അത് പിഴിയാനൊരു നാരങ്ങ, കറിവേപ്പില വറുത്തത് ഇതിൻ്റെ പുറത്തിടാൻ എല്ലാം കാണും. പക്ഷെ നമുക്കൊന്നും വേണ്ട. നമ്മൾ ഹോംലി ഫുഡല്ലേ കുക്ക് ചെയ്യും. സിമ്പിളായിട്ട് മതി. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ മീൻ റെഡിയായി. ഞങ്ങൾ ഇന്ന്
പാനിന് മാസമാണ് ഞങ്ങളുടെ മീൻ വറുത്തത് ഓക്കെ ആയി. ഇതാണ് ഞങ്ങളുടെ മീൻ ഫ്രൈ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാ, ഒരു രക്ഷയില്ലാത്ത ചൂടാ. നോക്കാം എങ്ങനെയുണ്ടോ. ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. മീനിൻ്റെ നല്ല ടേസ്റ്റ്, പാകത്തിന് ഉപ്പ്, എരിവ്, കുരുമുളക് നമ്മൾ ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഒരു ചെറിയ മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ സംഗതി ടോപ്പാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.